പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുക, നമ്മൾ യേശുവിൽ വളരുന്നവരായിരിക്കണം അല്ലെ. യേശുവിലായിരിക്കുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ യേശുവിൽ വളരുന്നവർ ആയിരിക്കണം എന്ന് നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ. അപ്പോൾ മനുഷ്യരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: മനുഷ്യർ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ട് മാത്രം ജീവിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ് നമുക്ക് ശരിക്കുള്ള ജീവൻ നമുക്കുണ്ടാകുന്നത് അല്ലെ. നമ്മൾ വളരും, നമ്മുടെ ആത്മാവ് വളരും, നമ്മുടെ ഇന്നർമോസ്റ്റ് ബീങ് അല്ലെ. ദൈവം നമ്മുടെ ഉള്ളിൽ പുതുതായി സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തി വളരുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. അപ്പൊ നമ്മൾ വളരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള പദ്ധതിയും ആലോചനയും അല്ലെ, നമ്മളെ പറ്റിയുള്ള ആഗ്രഹവും എല്ലാം അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്കി, ഒരു കുഞ്ഞ് ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ വളർച്ച മുറ്റിപ്പോവുകയാണെങ്കിൽ അല്ലെ, വളർച്ച നിന്ന് പോവുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു മുതിർന്ന ആളായി തീരത്തില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആകരുതല്ലോ. അപ്പൊ അങ്ങനെ വളർച്ച നിന്ന് പോവാന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണല്ലോ അല്ലെ. അപ്പൊ നമ്മളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവം പുതിയതായിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച സമയത്ത് ദൈവം പുതിയതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ആ പുതിയ വ്യക്തി, ആ വ്യക്തിന്റെ വളർച്ച നിന്ന് പോകരുത്. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കണം അല്ലെ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ: ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം അല്ലെ. അപ്പൊ നമ്മളെ തന്നെ ദൈവത്തിന്റെ എന്താ പറയുക, കൃപയ്ക്കായിട്ട് പൊസിഷൻ ചെയ്ത് നിർത്തുക അല്ലെ. അപ്പോ ദൈവത്തിലായിരിക്കും, ദൈവത്തിന്റെ എന്താ പറയാ, കൈകളുടെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മളുടെ സ്ഥാനം എങ്കിൽ നമ്മള് അവന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുമ്പോൾ നമ്മൾ താനെ വളരുക തന്നെ ചെയ്യും അല്ലെ. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിനും പാടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവ്, ഈ സമയത്തിൽ നന്ദി പറയുന്നു കർത്താവെ. അങ്ങനെ പോലെ ഒരു ദൈവമില്ല, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹവുമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയിൽ വളരെ സ്ട്രോങ് ആകാനും കർത്താവ്, കൃപ കൊണ്ട് വളരെ സ്ട്രോങ് ആകാനും കർത്താവുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങനെ റൂട്ടഡ് ആയിരിക്കട്ടെ കർത്താവ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കട്ടെ കർത്താവെ, ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങൾ അങ്ങയിലായിരിക്കട്ടെ എപ്പോഴും എന്നും കർത്താവെ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. എല്ലാ ബ്ലെസ്സിങ് അങ്ങയിൽ മാത്രമുള്ള കർത്താവ് യേശുവെ, ഞങ്ങൾക്കും അങ്ങയുടെ ഒപ്പമായിരിക്കും, അങ്ങയിലായിരിക്കണം, നിങ്ങൾക്ക് ഹിഡൻ ആയിരിക്കണം യേശുവിന്റെ നാമത്തിന്. അമ്മേ, താങ്ക് യു സോ മച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ്. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിന്. അമ്മേ. നമുക്കിന്ന് തിമോത്തിയിലേക്ക് പോകാം. രണ്ടാമത്തെ തിമോത്തിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്ക് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ ന്യൂ കിങ് ജെയിംസ് വേർഷൻ അല്ലെങ്കിൽ NIV അല്ലെ, ന്യൂ ലിവിങ് NIV ന്യൂ ഇന്റർനാഷണൽ വേർഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ബി സ്ട്രെങ്തൻഡ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കൃപയിൽ ശക്തിപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാന്ന് വെച്ചാലും നമ്മൾ ശക്തിപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, കൃപ എന്ന് പറയുന്നത് ഗ്രേസ് ഓഫ് ഗോഡ് അല്ലെ. ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേസ് തന്നെ എന്ത് കാര്യം എടുത്തെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ളത് എല്ലാ ഗുഡ് ഗിഫ്റ്റുകളും വരുന്നത് ദൈവത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലോകത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ ഗുഡ് ഗിഫ്റ്റുകളും തന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. നമുക്ക് കൃപയും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൃപ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തത് കൊണ്ടല്ല നമുക്ക് കൃപ കിട്ടിയിരിക്കുന്നത്. ഫ്രീ ആണ് നമുക്ക് അല്ലെ. നമുക്ക് കിട്ടും, നമ്മുടെ സാൽവേഷൻ നമുക്ക് ഫ്രീ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വിശ്വസിച്ചു, വിശ്വസിക്കാനുള്ള അതിനുള്ള കൃപ എങ്ങനെ കിട്ടി? ദൈവം നമുക്ക് തന്നു അല്ലെ. അപ്പൊ ഇത് ഫ്രീ ഗിഫ്റ്റ് ആണ്. ദൈവത്തിൽ നിന്നുള്ള എല്ലാ കാര്യവും നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആണ്. നമുക്കൊന്നും തന്നെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ജൂതന്മാർ മനസ്സിലാക്കി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ അവര് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അവര് ലോ നോക്കുമ്പോൾ ലോയിന്റെ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ, അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ കൊറ്റന്മാരെ ബലി കൊടുക്കാൻ പറയുമ്പോ ബലി കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ
ചെയ്യുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ കൃപ നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അന്നത്തെ ജൂതന്മാർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് റോമക്കത്ത് ലേഖനത്തിന് പോൾ എഴുതിയ ലേഖനത്തിന് 3-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ റൈച്ചസ്നെസ്, യേശുക്രിസ്തു റൈച്ചസ്നെസ് നമുക്ക് തന്നിരിക്കുക. എങ്ങനെ തന്നിരിക്കുന്നത്? അത് അപ്പാർട്ട് ഫ്രം ലോയെ തന്നിരിക്കുന്നത്. ലോയിൽ നിന്നുള്ള റൈച്ചസ്നെസ് അല്ല, അല്ലെ? വെറുതെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാമെന്ന് നമ്മൾ വിചാരിക്കുന്ന റൈച്ചസ്നെസ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടുള്ള റൈച്ചസ്നെസ്. യേശുക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊരു ഫ്രീ ഗിഫ്റ്റ് ആണ്, അല്ലെ? സാൽവേഷൻ ഫ്രീ ഗിഫ്റ്റ് ആണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഫ്രീ ഗിഫ്റ്റ് ആണ്, റൈച്ചസ്നെസ് ഫ്രീ ഗിഫ്റ്റ് ആണ്, അല്ലെ? ദൈവം നമുക്ക് എല്ലാം തന്നിരിക്കുന്ന ഫ്രീ ഗിഫ്റ്റ് ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപയാൽ ശക്തിപ്പെടുക പറഞ്ഞിരിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കൃപയിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ കൃപ എന്നുള്ളത് ഫ്രീ ഗിഫ്റ്റ് ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നമുക്ക് തന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ തിമോത്തിയോസിന്റെ 2-ാമത്തെ തിമോത്തിയോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 9-10 വാക്കുകളില് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷയ്ക്ക് 2-ാമത്തെ തിമോത്തിയുടെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 9-10 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. നമ്മൾ ഒന്നും ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പാപം ചെയ്തു കൂട്ടി എന്നുള്ളൊരു കാര്യമല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, അല്ലെ? നമ്മൾ ചെയ്ത് നമ്മുടെ മിടുക്കുകാരനുമല്ല ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിയത്, അല്ലെ? നമ്മൾ പാപികളായിരുന്ന സമയത്താണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. പാപികളായിരുന്ന വ്യക്തികളാണ് യേശുക്രിസ്തു എന്താ പറയുക രക്ഷിച്ചത്. അപ്പൊ എന്താ പറഞ്ഞ പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്, പാപികളായിരുന്നവരെ തേടിയാണ് യേശുക്രിസ്തു വന്നത്, അല്ലെ? പാപികൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ പാപികളില് ഏറ്റവും വലിയ പാപി പോൾ തന്നെയാണെന്നാണ് പോൾ പറയുന്നത്, അല്ലെ? ചീഫ് ഓഫ് സിന്നേഴ്സ് എന്ന് പറഞ്ഞ പോളിനെ പറ്റി പറഞ്ഞപ്പോ പോളൊന്നും അല്ല ചീഫ് ഓഫ് സിന്നേഴ്സ്, അല്ലെ? വേറെ ഒരുപാട് പേരുണ്ട്, പക്ഷെ എന്നാലും പോൾ അങ്ങനെ പറയും, അല്ലെ? അപ്പൊ പാപികളെ തേടി എത്തിയതാണ് യേശുക്രിസ്തു. നമ്മള് വലിയ കാര്യം ആയിട്ടൊന്നും ചെയ്തുകൊണ്ടല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുക, അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്, അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ഹോളി കോളിംഗ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് സാൽവേഷൻ തന്നു ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ, അല്ലെ? സമയം തുടങ്ങുന്നതിന് മുമ്പേ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബിഫോർ ദ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ലോകം ഉണ്ടാക്കുന്നതിനെ മുമ്പ്, അല്ലെ? ദൈവം ലോകത്തെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളെ പറ്റി അവൻ ചിന്തിച്ചിരുന്നു, അല്ലെ? അപ്പൊ ആ സമയത്ത് തന്നെ മുമ്പേ തന്നെ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും, അല്ലെ? ക്രിസ്തുയേശുവിലാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾക്കുള്ള കൃപ വന്നിരിക്കുന്നത് ക്രിസ്തുയേശുവിലാണ്, അല്ലെ? നമ്മൾക്കുള്ള സാൽവേഷൻ ക്രിസ്തുയേശുവിലാണ്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത്താൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അപ്പോ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നതും, അല്ലെ? എന്ന് വെച്ചാൽ ഹോളി കോളിംഗ്, നമുക്ക് കോളിംഗ് തന്നിരിക്കുന്ന നമ്മുടെ സാൽവേഷനും എല്ലാം ദൈവത്തിന്റെ കൃപ, അല്ലെ? ദൈവത്തിന്റെ മുൻ നിർണയവും കൃപയും. അതെന്താ എന്ന് സമയം പോലും തുടങ്ങുന്നതിന് മുമ്പേ, ലോകം പോലും തുടങ്ങുന്നതിന് മുമ്പേ, ലോകത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അവനിൽ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ കൃപ നമ്മൾക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ്, സാൽവേഷൻ നൽകിയിരിക്കുന്ന കാര്യമാണ്, നമ്മളൊന്നും ചെയ്തിട്ട് കിട്ടിയ കാര്യമല്ല എന്ന് പറയാം. അപ്പൊ യേശുക്രിസ്തുവിലാണ് ഈ കൃപ നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി റോമക്കത്ത് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്റർ 1-2 പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ് നമ്മൾക്ക് നമ്മൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്തെ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിലാണ് ലോകം ആരംഭിക്കുന്നതിന് മുമ്പല്ലേ, സമയം പോലും തുടങ്ങുന്നതിന് മുമ്പേ, അല്ലെ? നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ ക്രിസ്തുവിൽ നമുക്ക് കൃപ തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവാലാണ് നമ്മൾക്ക് കൃപയിലേക്ക് എന്താ പറയാ പ്രവേശനം കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൊളോസ്യർക്കെഴുതിയ ലേഖനത്തില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാ കാര്യവും, അല്ലെ, യേശുവിലാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാം അടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്, അല്ലെ? നമ്മളുടെ കൃപ, നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപ യേശുവിലാണ് അടങ്ങിയിരിക്കുന്നത്. അവൻ വഴിയാണ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മരിച്ചത് കൊണ്ടാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്.
അല്ലെ. അപ്പൊ അവൻ അവന്റെ രക്തമാണ് നമ്മളെ ഇന്ന് ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രങ്ങളാക്കി തീർത്തിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം നമ്മൾക്ക് വേണ്ടി ദൈവം തന്നതെന്നാണ്. ദൈവവുമായിട്ട് നമ്മള് എന്താ പറയുക ആയത് യേശു നമ്മളെ ദൈവവുമായിട്ട് സമാധാനത്തിലാക്കി സ്വന്തം രക്തം കൊടുത്തു അല്ലെ. അവിടെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദൈവമായിട്ടുള്ള സമാധാനം എന്നുള്ളത് അത് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ ഇവിടെ ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ കൃപയിൽ അല്ലെ നമ്മൾ ശക്തിപ്പെട്ടവരായിരിക്കണം. ശക്തിപ്പെടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ കൃപയാൽ, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപയാൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൃപയിലും ശക്തിപ്പെടണം. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ കൃപയിൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിൾ പറയുന്ന കൃപയാൽ ശക്തിപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാണെന്ന് പറഞ്ഞാലും ശക്തിപ്പെട്ടിരിക്കണം നമ്മൾ അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ടാണ് കൃപ കിട്ടിയിരിക്കുന്നതെങ്കിൽ അല്ലെ, എങ്ങനെയാണ് നമുക്ക് കൃപയിൽ ശക്തിപ്പെടാൻ, കൃപയാൽ ശക്തിപ്പെടാൻ സാധിക്കുന്നത്? അപ്പൊ ഒന്നാമത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ് അല്ലെ. നമ്മളത് അധ്വാനിച്ച് നേടിയെടുത്ത ഒരു കാര്യമൊന്നുമില്ല. അപ്പൊ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഒന്നാമത് തന്നെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എല്ലാത്തിനുമുള്ള കൃപ ദൈവം ഒറ്റയടിക്ക് ഇങ്ങനെ തന്ന് നമുക്ക് അങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് അങ്ങ് തരത്തില്ലല്ലോ അല്ലെ. നമ്മൾ വളരുന്ന അനുസരിച്ച്, ദൈവത്തിൽ യേശുക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അവന്റെ ഒപ്പത്തിനൊപ്പം നടക്കുന്നതിന് വേണ്ടി അല്ലെ, യേശുവിൽ നടക്കുന്നതിന് വേണ്ടി അല്ലെ, നമ്മളെ തന്നെ യേശുവിലാക്കി നിർത്തുന്നതിന് വേണ്ടി ദൈവം ആവശ്യത്തിലുള്ള കൃപ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുക അല്ലെ. ദൈവത്തില് നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുക, നമുക്ക് യേശുവിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി. അതാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെ. നമ്മളെ തന്നെ യേശുവിലാക്കി നിർത്തുക. ജൂദായിൽ അല്ലെ, ജൂഡിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ തന്നെ യേശുവിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ തന്നെ ആക്കി നിർത്തുക അല്ലെ. അപ്പൊ നമുക്കറിയാം, ഒന്നാമത്തെ തിമോത്തിക്കകത്ത് 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും അല്ലെ. നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുക അല്ലെ. നമ്മളെ തന്നെ എക്സസൈസ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യും അല്ലെ. ഗോഡ്ലിനെസ്സിൽ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക, ഗോഡ്ലിനെസ്സിലേക്ക് നമ്മളെ തന്നെ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുക ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് അല്ലെ. ഒരു പ്രാവശ്യം നമ്മൾ യേശുവിൽ വിശ്വസിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ചർച്ചിലൊക്കെ പോയി, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ ഒരു ജീവിതം നയിക്കാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് നമ്മൾ ഇരിക്കാതിരിക്കുക. കാരണം അതിനുവേണ്ടിയല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് അല്ലെ. യേശുക്രിസ്തുവിൽ വളരുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവനിൽ വേര് ഊന്നിയവരായിരിക്കണം, ആത്മീയമായിട്ട് വർധനവ് നടന്നിരിക്കുന്നവരായിരിക്കണം അല്ലെ. നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ ഉറച്ചവരായിരിക്കണം അല്ലെ. അതും നമ്മളെ പറ്റി ഉള്ള ദൈവത്തിന്റെ കണക്കൂട്ടിൽ അങ്ങനെ ആയിരിക്കണം. നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളവരായിരിക്കണം, യേശുവിൽ വളർന്നവരായിരിക്കണം അല്ലെ. എങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്ക് തന്നെ അങ്ങ് യേശുവിൽ വളരാൻ പറ്റില്ല. വളരാനുള്ള അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നത് ദൈവമാണ്, ഹോളി സ്പിരിറ്റ് ഗോഡാണ്. പക്ഷേ അവിടെ വളരാനുള്ള സാഹചര്യം ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്തു തരുമ്പോൾ അത് വളരാനുള്ള ഒരു മാനസിക അവസ്ഥയുമൊക്കെ ആയിട്ട് നമ്മൾ യേശുവിലായിരിക്കണം. നമ്മളെ തന്നെ അതിനുവേണ്ടി പൊസിഷൻ ചെയ്ത് നിർത്തിയിരിക്കണം അല്ലെ. നമ്മളെ തന്നെ ദൈവത്തിന്റെ കൃപ കിട്ടുന്നതിന് വേണ്ടി, നമ്മൾക്ക് കൃപ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഒരുക്കി നിർത്തിയിരിക്കണം അല്ലെ. നമ്മൾ യേശുവിലായിരിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. വെറുതെ ചർച്ചിൽ പോയി, വെറുതെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ബൈബിള് വായിച്ച്, അല്ലെങ്കിൽ ഞായറാഴ്ച കൊണ്ട് ഒരു ചർച്ചിൽ പോയതിനു ശേഷം കൊണ്ട് ബൈബിള് എന്താ പറയുക വീട്ടിൽ കൊണ്ടുവച്ച് അതിനുശേഷം നമുക്ക് തോന്നിയ രീതിയിൽ നടന്ന് അല്ലെ, ദൈവത്തിനോട് സംസാരിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ വായന, വചനമില്ല, ഉള്ളിന്റെ ഉള്ളിൽ വചനമില്ല, അങ്ങനെയൊക്കെ ഒരു ജീവിതം ജീവിച്ചതിന് ശേഷം, നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ചതിന് ശേഷം പിന്നെ അപ്പൊ ഞാൻ ദൈവത്തിൽ വളരുന്നുണ്ട്, ഞാൻ യേശുക്രിസ്തുവിൽ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനുവേണ്ടി അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ആ കൃപ അല്ലെ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ സത്യം അല്ലെ, സത്യവാനായ ദൈവത്തിന്റെ വചനം അല്ലെ, ഗോസ്പല്, അതിനെ നമ്മൾ മുറുകെ പിടിക്കണം അല്ലെ. നമ്മളെ തന്നെ അതിൽ നിർത്തുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് സഹായിക്കാൻ എന്നുമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ
നിർത്തുമ്പോൾ, നമ്മളെ തന്നെ നിർത്തുമ്പോൾ, നമ്മൾ അതിൽ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്ത് നിർത്തുവാണ് എന്ത് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെ? അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഈ തിമോത്തിക്കകത്ത് തന്നെ രണ്ടാമത്തെ സോറി ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് തിമോത്തിയോട് പറഞ്ഞിരിക്കുന്നത്, നീ കേട്ട വചനം, അല്ല ഞാൻ പറയുന്നത് വഴിയെ പദ്യവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ തിമോത്തിയുടെ ചാപ്റ്റർ 1 13 14 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നിൽ നിന്ന് കേട്ട പദ്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി കൊള്ളണം. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നീ അത് എന്നിൽ നിന്ന് കേട്ട വചനത്തെ നീ മുറുക്കി പിടിക്കുക തന്നെ ചെയ്യണം, അല്ലെ? അത് വിട്ട് കളയാനുള്ള ഇടം നീ വരുത്തരുത്, അല്ലെ? എന്നിൽ നിന്ന് കേട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നീ കേട്ടിരിക്കുന്നത്, എന്നിൽ നിന്ന് കേട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനത്തെ നീ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഇനി 14 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം, അല്ലെ? ഉപനിധി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആ ട്രൂത്ത്, അല്ലെ? ആ ട്രഷർ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സാൽവേഷൻ പറ്റിയുള്ള ഗുഡ് ന്യൂസ്, അല്ലെ? വേർഡ് വഴി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തെ പറ്റിയുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പോട് കൂടി തന്നെ സൂക്ഷിക്കുക തന്നെ ചെയ്യണം, അല്ലെ? ആ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞവരായിക്കട്ടെ. കൊളോസ്യർക്കകത്ത് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വചനം കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിരിക്കണം, അല്ലെ? ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതാകട്ടെ, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പോ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കുമ്പോ, ഈ ലോകത്തിന്റെ കാറ്റും കോളും പിശാചിന്റെ വകയായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ എന്താ പറയാ ആടി ഉലയ്ക്കത്തില്ല, അല്ലെ? അപ്പൊ അതിനാ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുള്ള ആയുധമാണ്, അല്ലെ? പിശാചിനെതിരായിട്ട് ഉപയോഗിക്കുള്ള ആയുധം ആ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കട്ടെ, അല്ലെ? ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ റൂൾ അനുസരിച്ച് മുമ്പോട്ട് പോകട്ടെ. അപ്പൊ ഇതേ രണ്ടാമത്തെ തിമോത്തിക്കകത്ത് 2-ാമത്തെ ചാപ്റ്റർ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, നമ്മളൊരു കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ, അല്ലെ? ഒരു അത്ലറ്റിക് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ, ഓട്ടത്തിനും ചാട്ടത്തിനും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ആയിക്കോട്ടെ, നമ്മളൊരു കോമ്പറ്റീഷൻ ഏതെങ്കിലും ഒരു മത്സരത്തിൽ എന്താ പറയുക നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ കോമ്പറ്റീഷന്റെ റൂൾ അനുസരിച്ചിട്ട് വേണം അതില് നമ്മൾ ചെയ്യാൻ, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം എന്ന് പറയുമ്പോ ആ ഓടാനുള്ള ട്രാക്ക് കാണുമല്ലോ, ആ ട്രാക്കിൽ കൂടെ ഓടി അവര് പറയുമ്പോ അവര് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആകണം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആക്കണം. അങ്ങനെ അതിലുള്ള റൂളുകൾ അനുസരിച്ച് നമ്മൾ ഓടുകയും ചാടുകയും ഹൈ ജമ്പ് നടത്തുകയൊക്കെ ചെയ്യുമ്പോഴുള്ള നമുക്ക് അതിന്റെ ട്രോഫി കിട്ടുള്ളൂ. അല്ല നമുക്ക് തോന്നിയ രീതിയിലാണെങ്കിലോ, അല്ലെ? നമുക്ക് തോന്നിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രോഫി ഒന്നും കിട്ടാമോ, നമ്മൾ ജയിക്കാനേ പോകുന്നില്ല. ഇത് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിലായിരിക്കുമ്പോ സാൽവേഷൻ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം തന്നിരിക്കുന്ന കൃപയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിലായി നമ്മളെ തന്നെ ആക്കി വെക്കുക, അല്ലെ? എങ്കിലേ ഉള്ളൂ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം നമുക്ക് തികട്ടെ സാധിക്കത്തുള്ളൂ, അല്ലെ? അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൃപയിൽ ശക്തിപ്പെട്ടവരായിരിക്കണം, അല്ലെ? ശക്തിപ്പെടണമെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കി ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനുള്ള എന്താ പറയാ അതിനുള്ള യോഗ്യതയുള്ള വ്യക്തികളാക്കി നമ്മളെ തന്നെ ആക്കി വെക്കുക, അല്ലെ? യേശുക്രിസ്തുവിലാക്കി നിർത്തുക നമ്മളെ തന്നെ, അല്ലെ? യേശുവിന്റെ പുറത്ത് നമുക്കൊരു അനുഗ്രഹവും ഇല്ലെന്ന് മനസ്സിലാക്കുക. യേശുവാണ് നമ്മുടെ ലിമിറ്റ്. നമുക്കൊരു ലിമിറ്റ് ഉണ്ടെന്ന് വെച്ച്, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ അതിർവരമ്പല്ലേ, നമ്മളൊരു വീട് നമുക്ക് കുറച്ച് പറമ്പുണ്ടെങ്കിൽ നമുക്ക് അതിന് അതിർവരമ്പുണ്ട്, അല്ലെ? നമുക്ക് കയ്യാലൊക്കെ കെട്ടി നമ്മൾ തിരിച്ചിരിക്കുമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് മാത്രമേ നമ്മൾക്കൊരു പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിന്റെ അകത്ത് മാത്രമേ നമുക്ക് അവകാശമുള്ള അധികാരമുള്ളൂ. മറ്റുള്ളവരെ പറമ്പിൽ കയറിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? നമ്മൾക്കുള്ള ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മളുടെ പറമ്പിന്റെ അകത്ത് കുറച്ച് തെങ്ങുണ്ടെങ്കിൽ അത് കായ്ക്കുമ്പോ, അല്ലെങ്കിൽ കുറച്ച് മാവ് അല്ലെങ്കിൽ പ്ലാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മാവിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാവിൽ നിന്ന് അതിന്റെ ഫലം എടുക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ, അധികാരം നമുക്കുള്ളൂ, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള അവകാശം നമുക്ക് കിട്ടുന്നത്. ദൈവം നമുക്ക് അവകാശം തരുന്നത്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണ്, അല്ലെ? ദൈവം നമ്മളുടെ അവകാശമാണെങ്കിൽ, നമ്മുടെ ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കണം, അല്ലെ? ദൈവം യേശുക്രിസ്തുവിന്റെ അവകാശമാണ്, അല്ലെ? നമ്മൾ യേശുക്രിസ്തുവിൽ ഹിഡൻ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ
പിതാവിന് നമുക്ക് അവകാശമായിട്ട് കിട്ടത്തില്ല. യേശുക്രിസ്തുവിലായിരിക്കും നമ്മൾ, അല്ലെ? അല്ലാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. അതിനാ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അല്ലെ? ദൈവത്തിന്റെ കൃപയിൽ സ്ട്രോങ് ആയിട്ട് നമ്മളെ തന്നെ നിർത്തുക, അല്ലെ? അല്ലാതെ നമ്മൾക്ക് ഒരു രക്ഷയുമില്ല. നമുക്കറിയാം, ദൈവത്തിന് എന്താ പറയണേ, ഉതകുന്ന രീതിയിലുള്ള, ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മളെ തന്നെ നിർത്തുക, അല്ലെ? നമുക്ക് കൃപ ദൈവം തരുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ജെയിംസിലും യാക്കോബിലും പീറ്ററിലും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്താ പറയുക, പ്രൗഡ് ആയിട്ടുള്ള ആൾക്കാർ, അഹങ്കാരികളെ ദൈവം എന്താ ചെയ്യും, റെസിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ താഴ്മയുള്ള മനുഷ്യർക്കോ ദൈവം കൃപ കൊടുക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കും. യേശുക്രിസ്തുവാണ് നമ്മളുടെ മോഡൽ. യേശുക്രിസ്തു ഹോളി ആയിരിക്കും, പരിശുദ്ധരായിരിക്കും, നമ്മളും പരിശുദ്ധരായിരിക്കും, അല്ലെ? യേശുക്രിസ്തു വളരെയധികം താഴ്മയുള്ള വ്യക്തികളായിരിക്കുന്നു, അതുപോലെ തന്നെ താഴ്മയുള്ള വ്യക്തികളായിരിക്കും. യേശുക്രിസ്തു വളരെയധികം എന്താ പറയാ, അനുസരണയുള്ള വ്യക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ആക്കി നിർത്തുക, യേശുവിലാക്കി നിർത്തുക. അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മൾ വന്ന് നിറയും. ദൈവം നമ്മൾ തന്നെ കൃപ കൊണ്ട് നിറയ്ക്കുക തന്നെ ചെയ്യും. അപ്പോഴവിടെ നമ്മൾ സ്ട്രോങ് ആയിരിക്കുക തന്നെ ചെയ്യും, അല്ലെ? ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ സ്ട്രോങ് ആകുക തന്നെ ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ കൃപയിൽ, അല്ലെങ്കിൽ കൃപ കൊണ്ടും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളല്ല എങ്കിൽ നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും, അല്ലെ? വീണു പോവുക തന്നെ ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, ഇതേ തിമോത്തിക്കകത്ത് തന്നെ രണ്ടാമത്തെ തിമോത്തിക്കകത്ത് തന്നെ 1-ാമത്തെ ചാപ്റ്ററിന് പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഏഷ്യയിലുള്ളവര് ആൾക്കാർ, അല്ലെ? ഗോസ്പൽ കേട്ടുകൊണ്ട് പോൾ സംസാരിക്കുന്ന, പോളിന്റെ പ്രീച്ചിങ് കേട്ടുകൊണ്ട് ഗോസ്പൽ കേട്ട് ദൈവത്തിലേക്ക് വന്ന ആൾക്കാർ പോളിനെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞിരിക്കും, അല്ലെ? എത്രമാത്രം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം നോട്ട് വിചാരിച്ചു നോക്കിയാണ്. അപ്പൊ പോളിനെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോൾ, പോളിനെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതല്ല കാര്യം. ഒന്ന് വിചാരിച്ചു നോക്കുക, പോൾ ദൈവം വളരെയധികം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് പോൾ, അല്ലെ? വളരെയധികം ദൈവത്തിന്റെ കൃപയിൽ വളരെയധികം എന്താ പറയുക, സ്ട്രോങ് ആയിരുന്ന ഒരു വ്യക്തിയാണ് പോൾ, അല്ലെ? അപ്പൊ അത്രയധികം എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് പ്രീച്ചിങ് കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന പോളിനെ ഉപേക്ഷിച്ച് കളയണമെങ്കിൽ എങ്ങനെയുള്ളവർക്കായിരിക്കും പോളിനെ ഉപേക്ഷിച്ച് കളയാൻ തോന്നുന്നത്? വിശ്വാസത്തിലുള്ള അല്ലാത്ത ആൾക്കാർക്ക്, അല്ലെ? ഇപ്പൊ ഈ ലോകത്തുള്ള ആൾക്കാരോട് പോൾ വന്നിരുന്ന് പ്രീച്ച് ചെയ്യുന്ന പറഞ്ഞാലും ലോകത്തുള്ള ആൾക്കാർക്ക് ഒരു കാര്യവുമില്ല, അല്ലെ? അവര് പോളിനെ വെറുതെ ഉപേക്ഷിച്ച് കളയും. പക്ഷെ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? പോളിനെ തന്റെ അങ്ങോട്ട് ചേർത്ത് വെക്കും, അല്ലെ? എന്ത് പറഞ്ഞു, പോളിനെ അങ്ങോട്ട് സ്വീകരിക്കും. കാരണം നമുക്കറിയാം, അല്ലെ? വിശ്വാസമുള്ള വ്യക്തികൾക്ക് അയ്യോ, ദൈവം ഇത്രയാ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പോൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിർത്താനുള്ളൊരു അല്ലെ, ഒരു ഇഷ്ടമാണുള്ളൂ വിശ്വാസത്തിലുള്ള വ്യക്തികൾക്ക്. അപ്പൊ പോളിനെ ഉപേക്ഷിച്ച് പോയി യേശുവിലുള്ളവർ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവര് വീണുപോയി, അവരെ കൃപയിൽ നിന്ന് വീണുപോയി, വിശ്വാസത്തിൽ നിന്ന് വീണുപോയി എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് 1-ാമത്തെ തിമോത്തിയിലേക്ക് വരുമ്പോൾ തന്നെ 4-ാമത്തെ ചാപ്റ്ററിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ പോൾ പറഞ്ഞിരിക്കുന്നത്, അവസാന കാലമാകുമ്പോൾ പലരും വീണു പോകും, അല്ലെ? കാരണം അവര് ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത്, അല്ലെ, ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ ആത്മാക്കളെയും പിശാചിന്റെ പഠിപ്പിക്കുന്ന ഡോക്ടറിനും കേട്ടോണ്ട് അവരിയ്ക്കുന്നില്ല. അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ ചർച്ചിനകത്ത് ഉണ്ട് എന്ന ചുരുക്കം, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക, വീണു പോകും പല ആൾക്കാര്. ഇപ്പൊ തെസ്സലോനിക്കയിലേക്ക് വരുമ്പോ അങ്ങനെ തന്നെ ഇരിക്കും. 2-ാമത്തെ തെസ്സലോനിക്കയിലും വരുമ്പോഴേക്കും എന്താ പറയാ, 2-ാമത്തെ തെസ്സലോനിക്കയിലെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 3-ാമത്തെ വാക്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അവസാനം വരുന്നത് കുറേയധികം പേര് വിശ്വാസത്തിൽ നിന്നൊക്കെ വീണു പോയതിനൊക്കെ ശേഷം വന്നിരിക്കുന്നത്, അല്ലെ? ആന്റിക്രൈസ്റ്റ് ഒക്കെ വരുന്നത് ആ സമയമാകുന്നു വെക്കും. ആ സമയത്തൊക്കെയായിരിക്കും എന്താ പറയുക, അവസാനത്തെ ആ സമയം ആകുമ്പോഴേക്കും പലരും വീണു പോകും, അല്ലെ? യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, പലരും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നെല്ലാം എന്താ പറയുക, വിട്ടു പോകുന്ന ഒരു സമയം വരുന്ന കാലം വരും, അല്ലെ? അപ്പൊ എങ്ങനെയാണ് വിട്ടുപോകാൻ സാധിക്കുന്നത്? കാരണം അവര് സ്ട്രോങ് അല്ല, അവർക്ക് സ്ട്രെങ്ത് ഇല്ല, അവർക്ക് യേശുക്രിസ്തുവിലല്ല അവര്, അല്ലെ? യേശുക്രിസ്തുവില് അവര് വേരൂന്നിയവരല്ല, അവര് യേശുക്രിസ്തുവില് വളർന്ന വ്യക്തികളല്ല, അല്ലെ? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യക്തികളല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എന്ത് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അവര് ഇട്ടിട്ട് പോകുന്നതിന്റെ കാര്യം, അല്ലെ? യേശുവിന്റെ സഹനത്തിൽ നമ്മളും പാർട്ടേക്കേഴ്സ് ആവുക എന്നുള്ളത്, അല്ലെ? നമ്മളും കൂട്ടാളികളാകുക എന്നുള്ളത് ആ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ്,
അല്ലെ. അപ്പൊ യേശുവിൽ അല്ലാത്തൊരു സ്ട്രോങ് അല്ലാത്ത ആൾക്കാർ വീണു പോകുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തിമോഥീന്റെ 2-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ മകനെ എന്ന് വിളിക്കുന്നു, മോള് തിമോഥിനെ വിളിക്കുന്നു, പറയാ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക, വീണു പോകുന്ന വ്യക്തികൾ ആകാതിരിക്കുക അല്ലെ. അപ്പൊ ഒരു കുടുംബത്തില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയൊരു കുടുംബത്തില് ഹൗസില് പല രീതിയിലുള്ള പാത്രങ്ങളുണ്ട് അല്ലെ. നമ്മളെ തന്നെ നമ്മള് വൃത്തിയാക്കിക്കൊണ്ട് ക്ലീൻ ആക്കിക്കൊണ്ട് നിർത്തുവാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന പാത്രങ്ങളായി തീരും നമ്മൾ അല്ലെ. നമുക്ക് ഓണർ ഉള്ള കിട്ടുന്ന തരത്തിലുള്ള പാത്രങ്ങളായി തീരും നമ്മൾ അല്ലെ. അല്ലാതെ നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാതെ നമ്മളെ തന്നെ ദൈവത്തിലാക്കി നിർത്താതെ പാപത്തിലായിരിക്കുന്ന വ്യക്തികള് അവിടെ അവർക്ക് പ്രത്യേകിച്ച് ഓണറോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടാൻ പോണില്ല അല്ലെ. അവര് ദൈവത്തിലായിരിക്കത്തില്ല, ദൈവം ഉപയോഗിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. പലരും വീണു പോകും എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഓ, ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നിൽക്കാതെ അല്ലെ, സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ വീണു പോകാതിരിക്കട്ടെ എന്നാണ് ലേഖനത്തിൽ പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയുക, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ. ദൈവത്തിന്റെ കൃപയിൽ വളർന്ന വ്യക്തികളായിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക അല്ലെ. എന്താണ് നമ്മൾ, എങ്ങനെയാണ് നമ്മൾ നടക്കുന്നുള്ള പറ്റി അല്ലെ. ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ തന്നെ എടുക്കുക. യേശുവിലാക്കി നിർത്തുക നമ്മളെ തന്നെ അല്ലെ. യേശുവിന്റെ തിറയിന്റെ കീഴിൽ നമ്മളെ തന്നെ ആക്കി നിർത്തുക. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. നന്ദി പിതാവ് കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ ഗ്രേസ്, അങ്ങയുടെ കൃപയിൽ വളരെയധികം സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ആക്കി ഞങ്ങൾ മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ്, ഞങ്ങൾക്ക് സ്ട്രെങ്ത് ആണെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ശക്തിപ്പെടുത്തുന്ന കർത്താവ് യേശുവേ. അങ്ങനെ താങ്ക് യു ജീസസ് മാസ്റ്റർ ഫാദർ. ഞങ്ങളെ തന്നെ അങ്ങയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണം കർത്താവേ. ഗോൾഡ്നെസ്സിലേക്ക് കർത്താവ്, ദൈവവിശ്വാസത്തിലേക്ക് കർത്താവ്, ദൈവഭക്തിയിലേക്ക് കർത്താവ് ഞങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് നിർത്തിട്ട് കർത്താവ്. ലോർഡ് ഫാദർ, ഞങ്ങള് വീണു പോകുന്ന വ്യക്തികളാകാതിരിക്കട്ടെ കർത്താവേ. നന്ദി പിതാക്കട്ടെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.